ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ന് ഈ പറയുന്ന ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം കൊടുത്തത്. നോക്കൂ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഭരണഘടനയോട് കൂറും വിശ്വാസവും പുലർത്തും, നിയമപരമായി വ്യവസ്ഥയപ്പെട്ട ഭരണഘടനയോട് കൂറും വിശ്വാസവും പുലർത്തും, ആർക്കും ഫേവർ ചെയ്യുന്ന ഒരു നിലപാടും സ്വീകരിക്കില്ല. ഇതാണല്ലോ ഒരു സത്യവാചകം എന്ന് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണല്ലോ ഉയർത്തിപ്പിടിക്കുമെന്ന് പറയുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് തന്നെ ഇന്ത്യ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. അതായത് മതേതരമായ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ തന്നെ പറയുന്നത്. അത് ഉയർത്തിപ്പിടിക്കും എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ് ഇന്നൊരു മതചടങ്ങിൻ്റെ മുഖ്യ യജമാനനായി മാറിയിരിക്കുന്നത്. എന്തിനാണ് അദ്ദേഹം മുഖ്യ യജമാനായി മാറിയത്? ഈ പ്രധാനമന്ത്രിയും ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസം ഉയർത്തിപ്പിടിക്കാം. പ്രധാനമന്ത്രി എന്ന നിലയ്ക്കല്ല അവിടെ പോയിരിക്കുന്നത്. അവിടെ ആ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത് മുഖ്യ യജമാനനായിട്ടാണ്. അപ്പോൾ അങ്ങനെ മുഖ്യ യജമാനനായി വേഷപ്രച്ഛന്നനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കീഴിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അദ്ദേഹം ഇന്ന് നൽകിയിട്ടുള്ള സന്ദേശം എന്താണ് ശ്രീ അരുൺകുമാർ? ഇവിടെ നമ്മുടെ രാജ്യത്തിന് മതമില്ല, ഭരണകൂടത്തിനും മതമില്ല, ഭരണകൂടത്തിന് മതപരമായിട്ടുള്ള ചായ്വും പാടില്ല. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകുമ്പോൾ ഇത്തരം വിഷയങ്ങളിലെല്ലാം വളരെ വലിയ സംവാദങ്ങളും ചർച്ചകളും വോക്കൌട്ടുകളും തർക്കങ്ങളും എല്ലാം ഉണ്ടായതാണ്. ഏത് രൂപത്തിലായിരിക്കണം നമ്മുടെ രാജ്യത്തിന്റെ സ്വഭാവം, ഏത് രൂപത്തിൽ അറിയപ്പെടണം, അതുപോലെ ഭരണഘടന എങ്ങനെ ആരംഭിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള ചർച്ചയും സംവാദം കഴിഞ്ഞിട്ടാണല്ലോ 1949 നവംബർ മാസം 26 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടനയിൽ ഒപ്പിട്ടത്. അതുകൊണ്ട് നമ്മൾ മതനിരപേക്ഷ കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു മതനിരപേക്ഷ രാജ്യം തന്നെയാണ്. അത് ആദ്യം തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായില്ലല്ലോ എന്നതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം. പക്ഷേ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചർച്ചകൾ എടുക്കുമ്പോൾ അത് അന്തർലീനമായിരുന്നു. അത് പ്രത്യേകമായി എഴുതി ചേർത്തത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെങ്കിലും ഈ രാജ്യത്തിന് ഒരു മതമില്ല എന്നും മതനിരപേക്ഷ കാഴ്ചപ്പാടിലൂടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നാനത്വത്തിൽ ഏകത്വമുള്ള വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന ബഹുസ്വരതയുള്ള ഒരു രാജ്യം, അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത. ഇപ്പൊ ഭരണാധികാരികൾ, ജനപ്രതിനിധികൾ മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ പോയി ആശംസകളൊക്കെ അർപ്പിക്കുന്നു നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതിന്റെ മുഖ്യ കാർമ്മികത്വം ഏറ്റെടുക്കുന്ന, അതിന്റെ A to Z മുഖ്യ കാർമ്മികത്വം ഏറ്റെടുത്ത് അതിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ച ഇപ്പോൾ നാം കാണുകയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ദേശീയ ടെമ്പിളായി ഈ അയോധ്യയിലെ ക്ഷേത്രത്തെ മാറ്റുമെന്ന രൂപത്തിലുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നത്. അതുപോലെ തന്നെ രാമനെ ദേശീയ ദൈവമായി പ്രഖ്യാപിക്കും എന്ന രൂപത്തിലേക്കുള്ള ചർച്ചകൾ, പല രൂപത്തിലുള്ള ആ പ്രസംഗത്തിലെ വാചകങ്ങൾ നമ്മൾ ഉൾക്കുകയാണ്. അപ്പോൾ പടിപടിയായി ഹിന്ദു മതം ഒരു നാഷണൽ റിലീജിയൻ എന്ന രൂപത്തിലേക്കായി ഒരു രാമരാജ്യം രൂപപ്പെട്ടിരിക്കുന്നു. എന്ന് മാത്രമല്ലല്ലോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വേദിയിലെത്തിക്കൊണ്ട് RSS നേതാവ് പറഞ്ഞത് രാമന്റെ പ്രതിമയല്ല ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്, നമ്മളിവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഹിന്ദു സംസ്കാരത്തെയാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, പ്രധാനമന്ത്രിയെ വേദിയിലെത്തിക്കൊണ്ട്. അതെ, അതായത് ഇന്ത്യയെ വിഭജിക്കുന്ന അന്ന് ആ കാലത്ത് തന്നെ ഇന്ത്യ എന്ന സംവിധാനത്തിൽ ശരിക്കും ഹിന്ദുത്വ അജണ്ടയോട് കൂടിയിട്ടുള്ള ഒരു ഹിന്ദുത്വ രാജ്യം എന്നതാണ് RSS മുന്നോട്ട് വെച്ചത്. മറിച്ച് ബാക്കിയുള്ളവരെല്ലാം പാകിസ്ഥാനിലേക്ക് പോയി. ഈ ഹിന്ദുത്വ രാജ്യത്തെ അജണ്ടയെ അംഗീകരിക്കാത്തവരെല്ലാം മറ്റു രാജ്യത്തേക്ക് പോയിക്കൊള്ളണം എന്നതാണ് പല ഘട്ടത്തിലായി RSS മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ അജണ്ടയുടെ പൂർത്തീകരണം, പ്രത്യേകിച്ച് RSS രൂപീകരിക്കപ്പെട്ടിട്ട് 100 വർഷം തികയാൻ പോകുന്ന വർഷം അടുത്ത വർഷമാണ്. അപ്പോൾ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഈ ജനുവരി മാസം 22 തെരഞ്ഞെടുത്ത് ഇതിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവരുടെ അജണ്ടയുടെ പൂർത്തീകരണമായി എന്ന രൂപത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കലഹങ്ങൾ വേണ്ട, ഇനി കലഹങ്ങൾ വേണ്ട എന്ന് പറയുന്നത്. കലഹങ്ങൾക്ക് ശേഷമുള്ള അവസ്ഥയിലേക്ക് രാജ്യം എത്തിയിരിക്കുന്നു, ഇനി അതിന്റെ ആവശ്യമില്ല എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത്. അതേ കാര്യങ്ങൾ മോദിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. You are watching Reporter Evening Show.